Hello everyone, good afternoon. So day 1 and day 2 കഴിഞ്ഞ് നമ്മൾ ഡേ 3 സെഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഡേയിലും സെക്കൻഡ് ഡേയിലും എടുത്തിട്ടുള്ള കൺസെപ്റ്റുകൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് നോക്കി എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, കൺസെപ്റ്റുകളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. സോ അത് വെച്ചിട്ട് തന്നെ വി ആർ മൂവിങ് ഓൺ വിത്ത് അവർ തേർഡ് ഡേ ക്ലാസ്. ഓക്കെ, സോ ഫസ്റ്റ് ഡേ ക്ലാസ്സിൽ നമ്മൾ എന്തായാലും നോക്കിയിട്ടുണ്ടായിരുന്നത് കുറച്ച് ബേസിക് ഫോംസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് യുവർ സി പ്രോഗ്രാം നോക്കി. സെക്കൻഡ് ഡേയിൽ നമ്മൾ എന്താ നോക്കിയേ, we work with operators. What are the operators we use, what are the different types of operators we can use in your C. So today our topic for the day is control statements. Okay, so first of all, what is control statements? So എന്താ നിങ്ങൾക്ക് ആ പേരിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? control statements. The meaning is something like those are the statements that control something. അല്ലേ, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തോ കൺട്രോൾ ചെയ്യുന്നുണ്ട്, അതിനാണ് നമ്മൾ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയും. ഓക്കെ, സോ വാട്ട് ഈസ് ആക്ച്വലി കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ്, ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു പ്രോഗ്രാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള സം ഓഫ് ഡിജിറ്റ്സ് കാണുക, അല്ലെങ്കിൽ സം ഓഫ് ടു നമ്പേഴ്സ് കാണുക, അതുപോലത്തെ ഒരു പ്രോഗ്രാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെയാണ് പ്രോഗ്രാം ശരിക്കും വർക്ക് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നോക്കാം. ഓക്കെ, സോ ഇവിടെ നമ്മളിപ്പോൾ സാധാരണ നിങ്ങളുടെ രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാനുള്ളൊരു പ്രോഗ്രാം ആണെങ്കിൽ ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ആണെങ്കിൽ എങ്ങനെ ശരിക്കും ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഏറ്റവും ആദ്യം എന്ത് ചെയ്യും, ഹാഷ് ഇൻക്ലൂഡ് പോവും, അവിടെ പോയിട്ട് ഏതാ ഹെഡർ ഫയൽ എന്നുള്ളത് ചെക്ക് ചെയ്യും, എന്നിട്ട് മെയിൻ പ്രോഗ്രാമിലേക്ക് വരും, എന്നിട്ട് എന്ത് ചെയ്യും, അടുത്തത് എന്താ പ്രോഗ്രാം നോക്കും. ഓക്കെ, ഇൻറ്റിജറായിട്ട് 3 വേരിയബിളോട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നോക്കും. ഓക്കെ, അതിനുശേഷം ഏറ്റവും ആദ്യം പ്രിൻ്റ് ഓഫ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് പറയും. അപ്പോൾ ഓക്കെ ഫൈൻ, അതിൻ്റെ ഫോമാറ്റ് എല്ലാം ശരിയാണ്, അതവിടെ പ്രിൻറ്റ് ചെയ്യും. അതേപോലെ തന്നെ സ്കാൻ ഓഫ് നോക്കും. ഓക്കെ, ഫോമാറ്റ്, അത് കഴിഞ്ഞ് പ്രിൻ്റ് ഓഫ്, അത് കഴിഞ്ഞ് സ്കാൻ ഓഫ്, പിന്നെ അത് സം ചെയ്യും. ഈ രീതിയിലാണ് നോർമലി എന്ത് ചെയ്ത് പോവുക, ഒരു പ്രോഗ്രാംസ് വർക്ക് ചെയ്ത് പോവുക. നോർമൽ പ്രോഗ്രാംസ് എല്ലാം ഇങ്ങനെ സീക്വൻഷ്യൽ എന്നാണ് പറയുക. നോർമൽ പ്രോഗ്രാംസ് വർക്ക്സ് ആസ് സീക്വൻഷ്യൽ ഓർഡർ. ഓക്കെ, സീക്വൻഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞ് അടുത്തത്, അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഓർഡർ എന്ത് ചെയ്ത് പോകും, മെയിൻറ്റെയിൻ ചെയ്ത് പോകും. ഓക്കെ, നൗ വെൻ യു കം ടു യുവർ control statements are those statements that takes the control of the program. അതായത് ഈ സീക്വൻഷ്യൽ ആയിട്ട് അല്ലെങ്കിൽ 1 by 1 ആയിട്ട് സ്റ്റെപ്പ് വൈസ് താഴോട്ട് പോകുന്നതിന് പകരം ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ഫ്ലോ മാറും. ഓക്കെ, ഈ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മളുടെ പ്രോഗ്രാമിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ പ്രോഗ്രാം ഒരിക്കലും എങ്ങനെ ആവില്ല പോവുക, സീക്വൻഷ്യലായിട്ട് ആവില്ല പോവുക. ഒരു സ്റ്റെപ്പ് എന്ന് വെച്ചാൽ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിലേക്കായിരിക്കും ജമ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ഇങ്ങനെ പല രീതിയിൽ നിങ്ങളുടെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ ആര് ഏറ്റെടുക്കും, ആ സ്റ്റേറ്റ്മെൻറ്റ്സ് ഏറ്റെടുക്കും. അതുകൊണ്ടാണ് അതിനെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നോർമൽ ഫ്ലോ ഓഫ് എ പ്രോഗ്രാം എഫക്റ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ആക്ച്വലി കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, മെയിൻലി 4 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണല്ലോ. വിൽ സി വൺ ബൈ വൺ. ഫസ്റ്റ് വൺ ഇസ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. Okay, decision making statements, what could be those are statements that makes a decision. എന്തൊരു ഡിസിഷൻ എടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് നമ്മൾ എന്ന് പറയുക ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, സെലക്ഷൻ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, അപ്പോൾ എന്തോ ഒന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്സ്. ഐട്രേഷൻ ഓഫ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സ്. എന്തായിരിക്കും ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ, അങ്ങനെ ഒരു
സർക്കിൾ ഫോം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വന്നോടെ തന്നെ വീണ്ടും എത്തി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നതിന് നമ്മൾ ലൂപ്പ് എന്ന് പറയാം. ഐട്രേഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ചെയ്ത സ്റ്റെപ്പുകൾ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതിന് വി കോൾഡ് ആസ് ഐട്രേഷൻ. ഓക്കെ, സോ ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്, ചെയ്ത സ്റ്റെപ്പുകൾ തന്നെ വീണ്ടും എന്ത് ചെയ്തുകൊണ്ടേയിരിക്കും, റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനത്തേന് നമ്മൾ ഐട്രേഷൻ ഓർ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പറയും. അതേപോലെ തന്നെ ഒന്നാണ് ജമ്പിംഗ് സ്റ്റേറ്റ്മെന്റ്. ജമ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഒരു സ്റ്റേറ്റ്മെന്റിൽ നിന്നും വേറൊരു സ്റ്റേറ്റ്മെന്റിലേക്ക് എന്ത് ചെയ്യും, അത് ജമ്പ് ചെയ്ത് പോകും, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്കായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, അത് പോകുന്നുണ്ടാവുക. സോ ഇങ്ങനെ വി ഡിവൈഡ് അവർ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്സ് ഇൻടു 4 different categories: decision making, selection, iteration or looping, and of course your jumping statements. So today in this particular class we are going to discuss what is your decision making statements. Decision making statements എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. So we'll see with one by one. So decision making എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് if എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വേരിയബിൾസ് പറയുന്നതിൻ്റെ കൂടെ തന്നെ കീവേഡ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കീവേഡാണ് ഇഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഇഫിൻ്റെ അർത്ഥം സാധാരണ നിങ്ങൾ ഇംഗ്ലീഷ് പോലെ തന്നെയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നോർമലി നിങ്ങളൊരു പെർട്ടിക്കുലർ ഇംഗ്ലീഷിൽ നമ്മൾ എങ്ങനെയാണോ ഒരു പ്രോഗ്രാമിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതേപോലെ തന്നെ ആയിരിക്കും നമ്മളിവിടെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് ചെയ്യുന്നുണ്ടാവും. നമുക്ക് എക്സാമ്പിൾ വെച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, the if statement may be implemented in different forms depending upon the complexity of conditions to be tested. So ഇവിടെ നമ്മൾ എന്താ വെച്ചാൽ ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വേർഡ് നമ്മൾ സാധാരണ ഒരു സ്റ്റേറ്റ്മെന്റിൽ ഇൻക്ലൂഡ് ചെയ്യാച്ചാൽ നോർമൽ ഇംഗ്ലീഷ് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, അവിടെ എന്തായിരിക്കും വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞാനൊരു നോർമൽ സെൻറ്റൻസ് പറയാം. ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ് യു കനോട്ട് പ്ലേ ഓൺ ദി ഗ്രൗണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും, ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് ഔട്ട്സൈഡ്, പുറത്ത് മഴയുണ്ടെങ്കിൽ യു കനോട്ട് പ്ലേ ഓൺ ദി ഗ്രൗണ്ട്, നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ എന്താ വന്നിരിക്കുന്നത്, ഇഫ് കഴിഞ്ഞിട്ടൊരു കണ്ടീഷനാണ് വന്നിരിക്കുന്നത്. യെസ് ഓർ നോ? ഇഫ് ഒരു കണ്ടീഷൻ, ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് യു കനോട്ട് പ്ലേ ദർ. അപ്പോൾ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ കൂടെ തന്നെ ഒരു കണ്ടീഷൻ ഉണ്ട്. അതിന് 2 റിസൾട്ടുകളെ വരുള്ളൂ. ഒന്നെങ്കിൽ അത് ട്രൂ ആവാം, അല്ലെങ്കിൽ അത് എന്തായിട്ട് വരാം, ഫാൾസ് ആയിട്ട് വരാം അല്ലേ. ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ മഴ ഉണ്ടാവാം, അല്ലെങ്കിൽ മഴ ഉണ്ടാവാതിരിക്കാം. ഐദർ ഇറ്റ് ക്യാൻ ബി ട്രൂ ഓർ ഇറ്റ് ക്യാൻ ബി ഫാൾസ്. അപ്പോൾ ഈ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വരിക, എൻ്റെ താഴത്തെ സിറ്റുവേഷൻ വരിക അല്ലേ. ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് യു കനോട്ട് പ്ലേ ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ മഴയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ കളിക്കാൻ പറ്റില്ല. അപ്പോൾ ആ മഴയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ പെർട്ടിക്കുലർ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിലോ നമുക്ക് അവിടെ പോയിട്ട് കളിക്കാം എന്നല്ല ഉദ്ദേശിക്കുന്നത്. സോ അതേപോലെ തന്നെ വരുന്ന ഡിസിഷൻ കൈൻഡ് ഓഫ് നിങ്ങൾക്ക് പ്രോഗ്രാംസിൽ വരുന്നുണ്ടെങ്കിൽ, ഡിസിഷൻ എടുക്കേണ്ട സ്റ്റേറ്റുകൾ വരുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ. ഓക്കെ, സോ നോർമലി ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലത്തെ സിറ്റുവേഷൻസ് ആണ് ഇവിടെയും വരുന്നത്. സോ ഈ ഇഫിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട്, ഓക്കെ, കണ്ടീഷൻ അനുസരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ഓക്കെ, അതിന് മേ ബി അത് ട്രൂ ആണെങ്കിൽ ഒറ്റ വാല്യൂ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതേ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഞാൻ വേറെ രീതിയിൽ പറയാമെന്നായിരിക്കും. ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് you cannot go outside, otherwise you go to the market. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇഫ് ഇറ്റ് ഈസ് റെയിനിങ്, ഇഫിൻ്റെ കണ്ടീഷൻ റെയിനിങ് ആണ്. ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് യു കനോട്ട് ഗോ ഔട്ട്, നിങ്ങൾക്ക് പുറത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ മഴയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൂ ആണെങ്കിൽ പുറത്ത് പോകാൻ പറ്റില്ല, അതർവൈസ് യു ക്യാൻ ഗോ ടു ദ മാർക്കറ്റ്. അപ്പോൾ മഴയില്ലെങ്കിൽ, അതല്ലേ ഫാൾസ് കണ്ടീഷൻ എന്ന് പറയുന്നത്, അത് ഫാൾസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാർക്കറ്റിൽ പോകാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കണ്ടീഷനിൽ തന്നെ ചെറിയൊരു ചേഞ്ച് വരുത്തിയതാണിത്. നേരത്തെ പറഞ്ഞാൽ എന്ത് മാത്രമേ ഉള്ളൂ, ഇഫിൻ്റെ അകത്തുള്ള കണ്ടീഷൻ ട്രൂ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞു, ഇഫിൻ്റെ അകത്തുള്ള കണ്ടീഷൻ ട്രൂ ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഇഫിൻ്റെ അണ്ടറിലുള്ള കണ്ടീഷൻ ഫാൾസ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും. ഇത് വേറൊരു ഫോമാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുന്ന കണ്ടീഷൻസിൻ്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഇതിന് പല ഫോമുകൾ ഉണ്ടാവുക. മനസ്സിലായോ? ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് വരാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആൾട്ടർനേറ്റീവ്സ് വരാം. അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് തന്നെ ഇഫിന് പല ഫോമുകളുണ്ട്. ഓക്കെ, മെയിൻലി 4 ഫോമുകളാണ് നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, തേർഡ് വൺ നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, ആൻഡ് ഫോർത്ത് വൺ യൂസിങ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, സോ 4 ഫോംസിലാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ വരിക. സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, nested if else statements, and using else if statement. So we'll see one by one. First one, simple if statement. So simple if statement എന്ന് പറയുന്നത്
ഇവിടെ നിങ്ങൾക്ക് ഇനി അങ്ങോട്ടുള്ള ഇതിൽ ശ്രദ്ധിക്കുക, ഈ സൈഡിൽ തന്നിട്ടുണ്ടാവുക ഇതിൻ്റെ ഫോർമാറ്റ് ആയിരിക്കും. ഓക്കെ, എങ്ങനെയാണ് ഈ ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഫോർമാറ്റാണ് നിങ്ങൾക്ക് ഈ സൈഡിൽ തന്നിട്ടുണ്ടാവുക. ഇവിടെ ഈ ഒരു ഐക്കൺ വെച്ചിട്ട് കാണിക്കുന്നത് ഇതിൻ്റെ വർക്കിംഗ് ആണ് ഈ സൈഡിൽ തന്നിട്ടുണ്ടാവുക. ഓക്കെ, അത് ഇനി അങ്ങോട്ടുള്ള 4 സ്ലൈഡുകൾ ശ്രദ്ധിക്കണം. ഇവിടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവുക അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളതും ഈ സൈഡിൽ റൈറ്റ് സൈഡിൽ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്നത് അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ഉണ്ടാവുക, ഇഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ കണ്ടീഷൻ. ക്ലിയർ ആയോ? അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞാൽ ഇഫ് ഇറ്റ്സ് റെയിനിങ് എന്ന് പറയുന്നത് നമ്മൾ എവിടെ കൊടുക്കുന്നുണ്ടാവുക? ഇതിൻ്റെ അകത്തെ കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, അതേപോലെ കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ കൊടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പം നാച്ചുറലി അത് എന്ത് ചെയ്യണം? ക്ലോസ് ചെയ്യണം. ഇനി ഈ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ എവിടെ കൊടുക്കുക? ഈ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കീവേഡ് ബ്രാക്കറ്റുകൾ, അതിൻ്റെ അകത്ത് നമ്മളൊരു കണ്ടീഷൻ കൊടുക്കും. ആ കണ്ടീഷൻ ട്രൂ ആയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണോ അതാണ് ഈ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ അതല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇവിടെ താഴെ പ്രിൻറ്റ് ചെയ്തിട്ട് പോകും, നോർമൽ സീക്വൻസ് പോലെ പോകും. അപ്പോൾ ഇവിടെ വെച്ചിട്ട് എന്തുണ്ട്? ഒരു പ്രോഗ്രാമിൻ്റെ കൺട്രോൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ ഇഫിൻ്റെ മുമ്പ് വരെ ഒരു സീക്വൻഷ്യലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പ്രോഗ്രാം ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കൺട്രോൾ എടുക്കും. അതായത് ഇപ്പോൾ ഈ കണ്ടീഷൻ ഫാൾസ് ആവുക എന്ന് വിചാരിക്കാം, പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുമോ? ഈ ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എക്സിക്യൂട്ട് ചെയ്യുമോ? ഇല്ലല്ലോ. സീക്വൻഷ്യലി വരികയാണെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്ത് പോകണ്ടേ? പക്ഷേ ഇത് ഫാൾസ് ആവുകയാണെങ്കിൽ ഇവിടെ എന്ത് നടക്കുന്നില്ല? ഈ എക്സിക്യൂഷൻ നടക്കുന്നില്ല. നേരിട്ട് എങ്ങോട്ട് വരും? ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട് സൈഡിലേക്ക് പോകും. അവിടുത്തെ വായിച്ച് നോക്കി, ഇഫ് ദ എക്സ്പ്രഷൻ റിട്ടേൺസ് ട്രൂ ദെൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് വിൽ ബി എക്സിക്യൂട്ടഡ്. അപ്പോൾ ഇത് ട്രൂ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും? ഉള്ളിലത്തെ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റിന് പുറത്ത് വന്ന് ഇതേപോലെ പോകും. അപ്പോൾ ഒരു സീക്വൻഷ്യൽ പോലെ വർക്ക് ചെയ്യും. പക്ഷേ ഇത് തെറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ അതർവൈസ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ഈസ് സ്കിപ്ഡ് ആൻഡ് ഓൺലി ദ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട് സൈഡ് ഈസ് എക്സിക്യൂട്ടഡ്. അതായത് ഇതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ സ്കിപ്പ് ചെയ്തിട്ട് ഏത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുള്ളൂ? ഇത് മാത്രമേ എക്സിക്യൂട്ട് ചെയ്യൂ. ക്ലിയർ ആയോ? നമുക്കത് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എടുക്കാൻ പോകുന്നത് ഒരേ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ ഞാൻ ഈ 4 നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുകയാണ്. ഇപ്പോൾ ഞാൻ എന്താ ചെയ്തിരിക്കുന്നത്? ഈ 2 സ്ലാഷ് ഇട്ട് കഴിഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? കമൻറ്റിങ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് പ്രോഗ്രാം ടു ചെക്ക് ഗ്രേറ്റസ്റ്റ് നമ്പർ. ഓക്കെ, ഗ്രേറ്റസ്റ്റ് നമ്പർ എന്താണെന്നുള്ളത് അറിയാലോ. ഓക്കെ, അത് വെച്ചിട്ട് അത് ഏതാണെന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിവിടെ 2 നമ്പേഴ്സിലെ ഗ്രേറ്റർ നമ്പർ ഏതാണെന്നുള്ളത് ഇപ്പോൾ ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്ര വേരിയബിൾ വേണം? 2 നമ്പേഴ്സ് തമ്മിൽ ഏതാണോ ഗ്രേറ്റർ എന്നാ ചെക്ക് ചെയ്യണം. അപ്പോൾ എത്ര വേരിയബിൾസ് വേണ്ടി വരും? 2 വേരിയബിൾസ് വേണ്ടേ? സോ യു ക്യാൻ പ്രൊവൈഡ് us int n1, n2. 2 ഇൻറ്റിജർ വാല്യൂസാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ int n1, n2. ഇനി നമ്മൾ യൂസറിൻ്റെ നിന്ന് ആ 2 എണ്ണം മേടിക്കുകയാണ്. അപ്പോൾ എന്താണ്? printf എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് enter first number. 2 നമ്പേഴ്സ് വേണ്ടേ നമുക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ? scanf എന്താ പറയുക, നമ്മൾ ഏതിലേക്കാണ് പോകുന്നത്? n1ലേക്കാണ് സേവ് ചെയ്യുന്നത്. അപ്പോൾ അതിന് മുമ്പ് എന്ത് കൊടുക്കണം? ഫോർമാറ്റ് സ്ട്രിംഗ് കൊടുക്കണം. %d എന്ത് കൊടുക്കുക? %n1. ഇതേപോലെ സെക്കൻഡ് നമ്പർ നമ്മളെടുക്കും. printf enter first സെക്കൻഡ് നമ്പർ അല്ല, enter second number scanf %d ഏതിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുക? n2ലേക്ക് ആണല്ലോ. ഓക്കെ, അപ്പോൾ n1ൽ ഫസ്റ്റ് നമ്പർ ഉണ്ടായിരിക്കും, n2ൽ സെക്കൻഡ് നമ്പർ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യുക? n1 ഗ്രേറ്റർ ദാൻ n2 ആണോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യേണ്ടത്. അതല്ലേ നമ്മുടെ കണ്ടീഷൻ. n1 ഗ്രേറ്റർ ദാൻ n2 ആണോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അങ്ങനെ ആണെങ്കിൽ n1 ഗ്രേറ്റർ ദാൻ n2 ആണെങ്കിൽ നമുക്ക് എന്താ പ്രിൻ്റ് ആയിട്ട് വരണ്ടേ? n1 ഈസ് ഗ്രേറ്റർ എന്നാണ് പ്രിൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്ത് ചെയ്യണം? നമുക്ക് ഓപ്പറേറ്റേഴ്സ് പറയുമ്പോൾ നമ്മൾ ഏത് 2 മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ? നിങ്ങൾക്ക് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സും എന്തായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, എക്സാമ്പിൾ വെച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു.
റിലേഷണൽ ഓപ്പറേറ്റേഴ്സും അതേപോലെ തന്നെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സും ഞാൻ അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് വർക്കിംഗ് മാത്രമേ നിങ്ങൾക്ക് പറഞ്ഞിരുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ അത് കമ്പാരിസൺ ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ലോജിക്കൽ അല്ലെങ്കിൽ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അത് അവിടെ പറയായിരുന്നത്. പക്ഷേ ഇവിടെ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിൽ വരുന്ന ഒരു റിലേഷണൽ ഓപ്പറേറ്ററാണ് ഏതെന്ന് പറയുന്നത് N1 ഗ്രേറ്റർ ദാൻ N2. ഇതല്ലേ നമ്മുടെ കണ്ടീഷൻ. N1 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ N2നേക്കാൾ ഗ്രേറ്റർ ആണോ. അപ്പോൾ ഇഫ് ബ്രാക്കറ്റിൻ്റെ അകത്ത് കണ്ടീഷൻ കൊടുക്കുക, എന്ത് കൊടുക്കണം, കേളി ബ്രാക്കറ്റ് കൊടുക്കണം. ഇനി ഇവിടെ എന്താ സംഭവിക്കാൻ പോണേ, ഈ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുള്ള കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ, ശരിയാവുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വരില്ലേ. അപ്പോൾ N1 ഗ്രേറ്റർ ദാൻ N2 ആണെങ്കിൽ എന്താ പ്രിൻ്റ് ആവേണ്ടത്, N1 ഇസ് ഗ്രേറ്റർ എന്നല്ലേ പ്രിൻ്റ് ആവേണ്ടത്. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം, പ്രിൻ്റ്. അപ്പോൾ N1 ആ നമ്പറാണ് നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി, ഫോർമാറ്റിനും കൊടുത്താൽ മതി, %d is ഗ്രേറ്റർ. എന്നിട്ട് എന്ത് കൊടുക്കുക, ബ്രാക്കറ്റിൽ N1 എന്ന് കൊടുക്കുക. ഓക്കെ, സോ ഇതാണ് ഇഫിൻ്റെ, ഇത്രയേ ഉള്ളൂ ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള നോർമൽ സിമ്പിൾ ഇഫ് ഇത്രയേ ഉള്ളൂ. N1 ഗ്രേറ്റർ ദാൻ N2 ആണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ അടിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് കൊടുക്കാം, പ്രിന്റ് പ്രോഗ്രാം ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. എന്തിനാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആയോ. അപ്പോൾ ഇഫ് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. ഇഫ് ഒരു കണ്ടീഷൻ കൊടുക്കുക, ഇവിടെ നമ്മൾ ഗ്രേറ്റസ്റ്റ് among 2 നമ്പേഴ്സാണ് കൊടുക്കുന്നത്. അപ്പോൾ N1 ഗ്രേറ്റർ ദാൻ N2 ആണോ നോക്കി, N1 ഗ്രേറ്റർ ദാൻ N2 ആണെങ്കിൽ അത് നമുക്കവിടെ പ്രിൻറ്റ് ചെയ്യണം, %d is ഗ്രേറ്റർ. ഓക്കെ, എത്ര മാത്രമേ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ പറഞ്ഞ ഇതാണ്ടോ സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡും സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ളതിനെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻസൈഡ് എന്ന് പറയുന്നത്. ഇതൊരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ആവണമെന്നില്ല കേട്ടോ, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് ചിലപ്പോൾ ചില പ്രോഗ്രാംസിൽ ചെയ്യേണ്ടി വരും. ഓക്കെ, ഇവിടെ നമുക്ക് ഒരെണ്ണേ ആവശ്യമുള്ളൂ. അതേപോലെ തന്നെ ഇതാണ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഔട്ട്സൈഡ് വരുന്നത്. ഓക്കെ, ഇഫിന് പുറത്ത് വരുന്നത് കണ്ടോ, കേളി ബ്രാക്കറ്റ് ഇഫിൻ്റെ രണ്ടും ഇവിടെ ക്ലോസ് ചെയ്തു. ഓക്കെ, അതിന് പുറത്ത് വരുന്നതാണ് ഇത്. ഓക്കെ, അതേപോലെ മെയിൻ ഫംഗ്ഷൻ നിങ്ങളിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഇതിൽ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലേക്ക് വരുമ്പോഴുള്ള പ്രോബ്ലം എന്താ ഫേസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ, എല്ലാ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിലും എന്ത് വരുന്നുണ്ട്, കേളി ബ്രാക്കറ്റുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഡേവ് പോലത്തെ ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ പ്രോബ്ലം ഇല്ല. കാരണം എന്താ, നിങ്ങളൊരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇവിടെ അത് തനിയെ ക്ലോസ് ചെയ്തിട്ട് കാണിക്കും. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അല്ല നിങ്ങൾ മാനുവലി ആണ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇത് ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ ചിലപ്പോൾ ഇത് ഇടില്ല, നമ്മൾ ഈ സാധനം മാത്രം വെച്ചിരിക്കും. പക്ഷേ ഇത് ഏതിൻ്റെയാണ്, മെയിൻ ഫംഗ്ഷൻ്റെ കേളി ബ്രാക്കറ്റാണ്. ഇഫിൻ്റെ സെപ്പറേറ്റ് ആണ്. ഇഫ് ഒരെണ്ണം തുറന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. ക്ലിയർ ആയോ. ഓക്കെ, ഇനി ഈ പ്രോഗ്രാം നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ചോദിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്പർ 8 ആണ് കൊടുക്കണേ, സെക്കൻഡ് നമ്പർ 5 ആണ് കൊടുക്കണമെന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താ വരേണ്ടത്, 8 ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ട് വരേണ്ടത്. അങ്ങനെ പ്രോഗ്രാം ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണേന്ന് നോക്കിയേ. ഇഫ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ N1 N2, ഇപ്പോൾ നമ്മൾ 8ഉം 5 കൊടുത്ത് N1ലേക്ക് ഏത് വാല്യൂ പോയി, 8 പോയി. N2ലേക്ക് എന്ത് പോയി, 5 പോയി. ഓക്കെ, ഇനി നമുക്ക് എന്താ ഇവിടെ വരയ്ക്കുന്നത്, 8 ഗ്രേറ്റർ ദാൻ 5 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ആണല്ലോ, അപ്പോൾ എന്ത് പ്രിൻറ്റ് ചെയ്യും, പ്രിന്റ് 8 ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ട് പ്രിൻറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇഫ് കഴിഞ്ഞല്ലോ, അതിനുശേഷം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, പ്രിന്റ് പ്രോഗ്രാം ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് രണ്ടും അവിടെ എന്ത് ചെയ്യുന്നത് കാണിക്കുന്നത്. 8ഉം 5ഉം കൊടുത്തു കഴിഞ്ഞാൽ 8 ഈസ് ഗ്രേറ്റർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പ്രോഗ്രാം ഈസ് ഫിനിഷ്ഡ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അകത്തുള്ള പെർട്ടിക്കുലർ നിങ്ങളുടെ ഇഫിൻ്റെ അകത്തുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡും സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്സൈഡും എന്ത് ചെയ്ത് വന്നു, പ്രിൻറ്റ് ചെയ്ത് വന്നു. ഇനി ഇതിൽ തന്നെ നമുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്പർ ഞാൻ 3ഉം സെക്കൻഡ് നമ്പർ 14 കൊടുത്തത്. ഓക്കെ, 3 ഗ്രേറ്റർ ദാൻ 14 ആണോ, അല്ലല്ലോ. അപ്പോൾ ഏത് എക്സിക്യൂട്ട് ആവില്ല, ഈ കണ്ടീഷൻ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് എക്സിക്യൂട്ട് ആവില്ല, ഇതിൻ്റെ ഉള്ളിലുള്ള, അതായത് ഈ പ്രിന്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ആവില്ലല്ലോ. കാരണം എന്താണ്, ഈ കണ്ടീഷൻ തെറ്റി. അപ്പോൾ ഇഫിൻ്റെ അകത്തുള്ള കണ്ടീഷൻസ് പിന്നെ അത് വർക്ക് ആവുമോ, ഇല്ല. ഏത് മാത്രമേ പോകുള്ളൂ, ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്സൈഡ് മാത്രമേ ഇവിടെ വരാൻ പാടുള്ളൂ. ഇവിടെ നമുക്ക് നോക്കിയേക്കാം. കണ്ടോ,
പ്രോഗ്രാം ഇസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചേ, നമ്മളിവിടെ 3ഉം 14ഉം കൊടുത്തപ്പോൾ 3 ഗ്രേറ്റർ ദാൻ 14 ആണോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ ഈ കണ്ടീഷൻ എന്തായി, ഫാൾസ് ആയി. ഫാൾസ് ആയപ്പോൾ എന്താ സംഭവിച്ചത്, ഈ കേളി ബ്രാക്കറ്റുകളുടെ ഇടയിലുള്ള എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും അയാൾ എന്ത് ചെയ്ത് കളഞ്ഞു, സ്കിപ്പ് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഏത് മാത്രമേ പ്രിൻ്റ് ആയുള്ളൂ, ഇത് മാത്രമേ പ്രിൻ്റ് ആയുള്ളൂ. ഇതുകൊണ്ടാണ് ഇതിന് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം എന്ത് ചെയ്ത് കളഞ്ഞു, സ്കിപ്പ് ചെയ്ത് കളഞ്ഞു അല്ലേ. നോർമൽ എക്സിക്യൂഷൻ വെച്ചാൽ ഇതേപോലെ സീക്വൻസ് ആയിട്ട് എല്ലാം ചെയ്തുകൊണ്ട് അത് നടക്കുന്നില്ല. സോ ഇതാണ് നിങ്ങളുടെ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സിൽ, ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏറ്റവും ആദ്യത്തെ സിമ്പിൾ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് അടുത്തതാണ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, ഇഫ് ഇറ്റ് ഈസ് ട്രെയിനിങ് യു കനോട്ട് ഗോ ഔട്ട്, അതർവൈസ് യു ക്യാൻ ഗോ ടു ദ മാർക്കറ്റ് എന്ന് പറഞ്ഞില്ലേ. സോ അങ്ങനത്തെ കണ്ടീഷൻസ് വരുന്നുണ്ടെങ്കിൽ, അതായത് ഒരു കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ഫാൾസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള കണ്ടീഷൻസ് അങ്ങനെ നമ്മൾ കൊടുക്കണമെങ്കിൽ നമ്മൾ ഏതാ യൂസ് ചെയ്യുക, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഫോം നിങ്ങൾ നോക്കിക്കോ, ഇഫിൽ സെയിം പോലെ തന്നെ കേട്ടോ, ഇഫ് ഒരു ടെസ്റ്റ് കണ്ടീഷൻ, ഓക്കെ, അത് ട്രൂ ആവുകയാണെങ്കിൽ കേളി ബ്രാക്കറ്റിൻ്റെ അകത്ത് നമ്മൾ എന്ത് കൊടുക്കുക, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൊടുക്കുക. ഇനി അത് ഫാൾസ് ആവുകയാണെങ്കിലാണ് ഏത് എക്സിക്യൂട്ട് ആവുക, എൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുക. അപ്പോൾ എൽ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ എന്താ കൊടുക്കുക, ഈ ടെസ്റ്റ് കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ, ഇപ്പോൾ ഇഫ് ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ എന്താണോ സംഭവിക്കേണ്ടത് അതായിരിക്കും നമ്മളിവിടെ കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്ത് വരിക വെച്ചാൽ, ഇവിടെ എത്തുമ്പോൾ ഇഫ് എത്തുമ്പോൾ ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഓക്കെ, ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ എന്ത് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ, ഈ കേളി ബ്രാക്കറ്റിൻ്റെ അകത്തുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ആവും. ഓക്കെ, പിന്നെ എന്ത് ചെയ്യും, പ്രോഗ്രാം എക്സിറ്റ് ചെയ്ത് പോകും. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അത് ചെക്ക് ചെയ്ത് നോക്കുകയില്ല. മനസ്സിലായോ, ട്രൂ ആവുകയാണെങ്കിൽ ഈ ഇവിടെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 മാത്രമേ എന്താവുള്ളൂ, എക്സിക്യൂട്ട് ആവുള്ളൂ. ഇനി ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ ഇവിടേക്ക് വരും, എൽസിലേക്ക് വന്നിട്ട് ഈ ഒരു ഇത്രയും ഭാഗം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, എക്സിക്യൂട്ട് ആവുള്ളൂ. ഈ ഒരു ഭാഗം എന്താവില്ല, എക്സിക്യൂട്ട് ആവില്ല. ഇതാണ് കണ്ടോ എങ്ങനെയാ കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സ് വരണേന്ന് മനസ്സിലായോ. അപ്പോൾ ഈ ടെസ്റ്റ് കണ്ടീഷൻ അല്ലെങ്കിൽ എക്സ്പ്രഷൻ ട്രൂ ആവുകയാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ആവും, ഇത് സ്കിപ്പ് ചെയ്യും, എൽസിൻ്റെ ഈ മൊത്തം ഭാഗമേ സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഇവിടേക്ക് വരിക, ഇവിടെ ആ സ്റ്റേറ്റ്മെൻറ്റ് 2 ബ്ലോക്ക് 2 ആണ് എക്സിക്യൂട്ട് ആവുക, ഇത് എക്സിക്യൂട്ട് ആവില്ല. ഓക്കെ, ഇതിൻ്റെ ഫോമാറ്റ് ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഇഫ് ബ്രാക്കറ്റിൽ കണ്ടീഷൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക, അതിൻ്റെ അകത്ത് അത് ട്രൂ ആകുമ്പോൾ കണ്ടീഷൻസ് കൊടുക്കുക. ഇനി എൽസ് കൊടുക്കുക. എൽസ് എന്നുള്ളത് കീവേഡാണ്, ELSE, അതർവൈസ് എന്നൊക്കെ നമ്മൾ പറയില്ല, അതേപോലെ തന്നെ മീനിങ് വരുന്നൊരു വേർഡാണ് എൽസ്. ഓക്കെ, എൽസിന് കണ്ടീഷനൊന്നുമില്ല, കാരണം ഈ കണ്ടീഷൻ ഫാൾസ് ആവുക, അത് തന്നെയാണ് എൽസിൻ്റെ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ അവിടെ കണ്ടീഷനൊന്നും കൊടുക്കില്ല. ഇഫ് ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇത് എക്സിക്യൂട്ട് ചെയ്യുക, തെറ്റാണെങ്കിൽ എൽസിൽ വരിക, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അത് ക്ലോസ് ചെയ്യുക, അതിൻ്റെ ഇടയിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കൊടുത്ത അതേപോലെ തന്നെ നമുക്കത് വർക്ക് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ നമ്മൾ കൊടുത്തത്, ഇഫ് N1 ഗ്രേറ്റർ ദാൻ N2 ആണെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, N1 ഇസ് ഗ്രേറ്റർ. അല്ലെങ്കിൽ എന്ത് പ്രിന്റ് ചെയ്യണം, അപ്പോൾ N2 ഇസ് ഗ്രേറ്റർ എന്ന് പറയണ്ടേ. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുക, എൽസ് എന്ന് പറഞ്ഞ കീവേഡ് കൊടുക്കുക, കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ അകത്ത് എന്ത് കൊടുക്കുക, printf is greater. ഇവിടെ നമ്മൾ N1 പകരം എന്താ കൊടുക്കുക, N2 കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്ത് പോവാം, ഫസ്റ്റ് 2 നമ്പേഴ്സ് റീഡ് ചെയ്തെടുക്കും. N1 ഗ്രേറ്റർ ദാൻ N2 ആവുകയാണെങ്കിൽ, ഇത് ട്രൂ കണ്ടീഷൻ ആവുകയാണെങ്കിൽ ഈ ഒരു printf സ്റ്റേറ്റ്മെൻറ്റ് വർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ ഏത് സ്കിപ്പ് ചെയ്യും, ഈ എൽസ് പാർട്ട് അത് സ്കിപ്പ് ചെയ്തിട്ട് പോകും. അതിൻ്റെ ആവശ്യമില്ല, ഈ കണ്ടീഷൻ ട്രൂ ആച്ച് ഇത് മാത്രം എക്സിറ്റ് ചെയ്യുക, സോറി ഇത്രയും ഭാഗം അത് സ്കിപ്പ് ചെയ്യും. ഓക്കെ, ഇനി ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയെന്നിരിക്കുക, N1 ഗ്രേറ്റർ ദാൻ N2 ഫാൾസ് ആവുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഇത്രയും സ്റ്റേറ്റ്മെൻറ്റ് അത് സ്കിപ്പ് ചെയ്യും, എന്നിട്ട് ഈ എൽസിലേക്ക് വന്ന് ഈ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, നമുക്കത് റൺ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ 14 എന്ന് പറഞ്ഞ ഫസ്റ്റ് നമ്പർ കൊടുത്തു, 3 എന്ന് പറഞ്ഞ 98 എന്ന് പറഞ്ഞിട്ടുള്ള സെക്കൻഡ് നമ്പർ കൊടുത്ത് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ എന്താ വരണ്ടേ, 14 എന്ന് പറയുന്നത് N1 98 എന്ന് പറയുന്നത് N2 ആണ്. 14 ഗ്രേറ്റർ ദാൻ 98 ആണോ, ട്രൂ ആണോ, ഫാൾസ് ആണോ, ഫാൾസ് അല്ലേ. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ എന്ത് ചെയ്യില്ല, എക്സിക്യൂട്ട് ചെയ്യില്ല. എവിടെ വരും, എൽസിൽ വരും. എൽസിൽ എന്ത് പ്രിന്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്,
N2 is greater. N2 എന്ന് പറയുന്നത് എത്രയാണ്? 98 is greater. അപ്പോൾ എന്ത് വരും? എന്നിട്ട് അത് ഇത് പ്രിൻറ്റ് ചെയ്യും. എന്നിട്ട് പ്രോഗ്രാം ഇസ് ഫിനിഷ്ഡ്. കാരണം പ്രോഗ്രാം ഇസ് ഫിനിഷ്ഡ് ഇതിൻ്റെ ഒക്കെ പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും എക്സിക്യൂട്ട് ചെയ്യും. ഇഫിൻ്റെയും പുറത്താണ്, എൽസിൻ്റെ ഒക്കെ പുറത്താണ് കിടക്കുന്നത്. അപ്പോൾ അതെന്തായാലും എക്സിക്യൂട്ട് ആവും. നോക്കാം നമുക്ക്. അതാ 14 98 കൊടുത്തു കഴിഞ്ഞാൽ 98 is greater എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രിൻറ്റ് ചെയ്ത് വരും. പ്രോഗ്രാം ഇസ് ഫിനിഷ്ഡ്. ഓക്കെ, അത് നമ്മളെല്ലാത്തിനും പുറത്ത് കൊടുത്തുകൊണ്ടാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എക്സിക്യൂട്ട് ആവുന്നത് കേട്ടോ. അത് ഇഫിൻ്റെ അകത്തും അല്ല വരുന്നത്, എൽസിൻ്റെ അകത്തും അല്ല വരുന്നത്. എൽസ് ഇവിടെ കഴിഞ്ഞു കണ്ടോ, ഈ കടി ബ്രാക്കറ്റിൻ്റെ അതോടെ എൽസ് കഴിഞ്ഞു, ഇഫും ഇവിടെ കഴിഞ്ഞു. ഓക്കെ, നമുക്ക് ഇതേ സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി കൊടുത്ത് നോക്കാം. ലൈക്ക് നമ്പർ മാറ്റി കൊടുത്ത് നോക്കാം. അപ്പോൾ ഞാനൊരു 110 ആണ് കൊടുത്ത് വിചാരിക്കുക, ഇതൊരു 35 കൊടുത്ത് വിചാരിക്കുക. അപ്പോൾ ഇവിടെ എന്താ വരിക? N1 എന്ന് പറയുന്നത് 110 ആയിരിക്കും, 110 ആയിരിക്കും, മറ്റത് 35 ആയിരിക്കും. 110 ഗ്രേറ്റർ ദാൻ 35 ആണോ? ട്രൂ ആണോ ഫാൾസ് ആണോ? ട്രൂ അല്ലേ? അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുക? ഈ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുക. എന്ത്? പ്രിൻറ്റ് എഫ് N1 is greater, അതായത് 110 is greater എന്ന് പറഞ്ഞിട്ട് വരും. പിന്നെ ഇത്രയും സ്റ്റെപ്പുകൾ അവിടെ നോക്കേണ്ട ആവശ്യമുണ്ടോ? ഇതാ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യും. എന്നിട്ട് എന്ത് മാത്രം പ്രിൻറ്റ് ചെയ്യും? പ്രോഗ്രാം ഇസ് ഫിനിഷ്. അപ്പോൾ ഇവിടെ എന്തേ പ്രിൻ്റ് ആവുള്ളൂ? 110 is greater എന്നും പ്രിൻ്റ് ആവും ആൻഡ് പ്രോഗ്രാം ഇസ് ഫിനിഷ്ഡ്. നമുക്ക് നോക്കാം. 110 is greater and program is finished. ക്ലിയർ ആയോ നിങ്ങൾക്ക്? സോ ഇതാണ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റും ഇഫ് എൽ സ്റ്റേറ്റ്മെൻറ്റും. ഓക്കെ, ഇനി ഞാൻ ഈ ക്വസ്റ്റ്യനിൽ ചെറിയൊരു ചേഞ്ച് വരുത്താണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ മാറ്റിയെന്ന് വിചാരിക്കുക. ഗ്രേറ്റസ്റ്റ് എമംഗ് 3 numbers വിചാരിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇവിടെ N1ഉം N2ൻ്റെയും കൂടെ എന്തും കൂടി വരും? N3 കൂടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇത് കഴിഞ്ഞിട്ട് എന്തും കൂടി ചെയ്യേണ്ടി വരും? പ്രിന്റ് എഫ് എൻ്റർ തേർഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കേണ്ടി വരും അല്ല, മൂന്നാമതൊരു നമ്പർ കൂടി വരും. അത് ഏതിലേക്ക് സ്കാൻ ചെയ്ത് കയറ്റുക? N3യിലേക്ക് സ്കാൻ ചെയ്തിട്ട് കയറ്റുക. ഓക്കെ, ഇത്രയായി. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്തായിരിക്കും? ഇവിടെ നമ്മൾ എങ്ങനെയായിരിക്കും ചെക്ക് ചെയ്യേണ്ടി വരിക? 3 നമ്പേഴ്സ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെക്ക് ചെയ്യേണ്ടി വരും? N1 ഗ്രേറ്റർ ദാൻ N2 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ക്ലിയർ ആയോ? ആദ്യം N1 ഗ്രേറ്റർ ദാൻ N2 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടി വരും. N1 ഗ്രേറ്റർ ദാൻ N2 ആണെങ്കിൽ, അതായത് N1 N2നേക്കാൾ വലുതാണെങ്കിൽ, പിന്നെ നമ്മൾ എന്തും കൂടി ചെക്ക് ചെയ്യേണ്ടി വരും? N1 ഗ്രേറ്റർ ദാൻ N3 ആണോ എന്ന് ചെക്ക് ചെയ്യണം. ശരിയല്ലേ? നമ്മൾ എന്തായിരിക്കും ചെക്ക് ചെയ്യേണ്ടി വരിക? ആദ്യം N1 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പർ N2നേക്കാൾ ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്തു. ഇത് ഗ്രേറ്റർ ആണെങ്കിൽ ഇത് ട്രൂവും വരാം ഫാൾസും വരാം അല്ലേ? N1 ഗ്രേറ്റർ ദാൻ N2 ട്രൂ ആണെങ്കിൽ എന്തുകൂടി ചെക്ക് ചെയ്യണം? N1 ഗ്രേറ്റർ ദാൻ N3 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ശരിയല്ലേ? അപ്പോൾ N1 ഗ്രേറ്റർ ദാൻ N3യും ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? N1 ഗ്രേറ്റർ ദാൻ N2 ആണ്, N1 ഗ്രേറ്റർ ദാൻ N3യും ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? N1 ഈസ് ഗ്രേറ്റർ എന്നാണ്. ശരിയല്ലേ? N1 ഗ്രേറ്റർ ദാൻ N2 ആണ്, പക്ഷേ N1 ഗ്രേറ്റർ ദാൻ N3 അല്ലെങ്കിൽ, ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ കൂടുതലാണ്, പക്ഷേ ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പറിനേക്കാൾ കൂടുതലല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ആരാപ്പോൾ വലുത്? N3 ആണ്. ഓക്കെ, ഇനി N1 ഗ്രേറ്റർ ദാൻ N2 തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? N1 ഗ്രേറ്റർ ദാൻ N2 തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? N2 ഗ്രേറ്റർ ദാൻ N3 ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇതാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ കണ്ടീഷൻസിൻ്റെ കോംപ്ലക്സിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മൾ എന്ത് തീരുമാനിക്കുക? ഇഫിൻ്റെ ഏത് ഫോം വേണമെന്ന് പറയും. നമ്മൾ ഏറ്റവും ആദ്യം എടുത്ത കേസിൽ ആകെ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനുള്ളൂ. ഓക്കെ, ഇഫ് എൽസ് എടുത്ത് നോക്കിയാലും ഒരു കണ്ടീഷൻ തന്നെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇവിടെ നമുക്ക് കണ്ടീഷൻസ് കൂടി. ആദ്യം N1 N2നേക്കാൾ കൂടുതലാണോ നോക്കി, പിന്നെ N1 N3നേക്കാൾ കൂടുതലാണോ നോക്കി. ഇനി അതാണെങ്കിൽ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരെണ്ണമുണ്ട് അല്ലേ? അതല്ലെങ്കിൽ N2 N3നേക്കാൾ ഗ്രേറ്റർ. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് നമുക്ക് എന്ത് ചെയ്യാണ്ട് ചെക്ക് ചെയ്യാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അടുത്ത ഫോം ജനറേറ്റ് ചെയ്തിരിക്കുന്നത്, വിച്ച് ഈസ് നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്.
ഓക്കെ. നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഫ് കണ്ടീഷൻ്റെ അകത്ത് തന്നെ അടുത്ത ഇഫ് കണ്ടീഷൻ, അതിൻ്റെ അകത്തൊരു എൽസ് കണ്ടീഷൻ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇഫ് ക്ലോസ് ചെയ്ത് വീണ്ടും ഒരു എൽസ് വരും. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. അപ്പോൾ അതാ ഇഫ് ഫസ്റ്റ് കണ്ടീഷൻ n1 ഗ്രേറ്റർ ദാൻ n2 ആണോ നോക്കി. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് നോക്കിയേ. ഇഫ് എക്സ്പ്രഷൻ ഈസ് ഫാൾസ് ദെൻ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3 ഈസ് എക്സിക്യൂട്ടഡ്. അതായത് ഫസ്റ്റ് ഈ കണ്ടീഷൻ തെറ്റി എന്ന് വിചാരിക്കാം. ഇഫ് ഇവിടെ അല്ലേ ഓപ്പൺ ചെയ്യണേ, ഇത് എവിടെ ക്ലോസ് ചെയ്യണേ നോക്കിയേ. ഇത് ഇതിൻ്റെയാണ്, ഇത് ഇതിൻ്റെയാണ്, ഇതാ ഇവിടെ ക്ലോസ് ചെയ്യണം അല്ലേ. അപ്പോൾ ഏത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആവുള്ളൂ? ഇത് ഈ എൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടുന്ന് എക്സിക്യൂട്ട് ആയിട്ട് പോകും. ഈ കണ്ടീഷൻ ഫാൾസ് ആവുകയാണെങ്കിൽ. ഇനി ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണെങ്കിൽ എങ്ങോട്ട് വരും? ഇതിൻ്റെ ഉള്ളിലേക്ക് പോകും. അവിടെ വീണ്ടും എന്താണ്, എക്സ്പ്രഷൻ 1 ട്രൂ ആണോ അല്ലെങ്കിൽ ഫാൾസ് ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. ട്രൂ ആവുകയാണെങ്കിൽ ഏത് എക്സിക്യൂട്ട് ചെയ്യും? സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, എന്നിട്ട് ഇത്രയും സ്റ്റെപ്പുകൾ എന്തായി പോവും? സ്കിപ്പായിട്ട് പോകും. ഓക്കെ, ഇനി ഈ സ്റ്റേറ്റ്മെൻറ്റും തെറ്റി വിചാരിക്കാം. അതായത് ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ടെസ്റ്റ് എക്സ്പ്രഷൻ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എവിടേക്ക് വരും? ഇതിൻ്റെ ഉള്ളിലുള്ള എൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ആയിട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറയാൻ കാരണം ഒരു ഇഫിൻ്റെ അകത്ത് തന്നെ വീണ്ടും ഇഫ് എൽസ് കണ്ടീഷൻ, എൽസിൻ്റെ അകത്ത് തന്നെ ഇവിടെ ഈ എൽസിൻ്റെ അണ്ടറിൽ തന്നെ നിങ്ങൾക്ക് എന്ത് വരാം? വീണ്ടും ഇഫ് എൽസ് കണ്ടീഷൻസ് വരാം. ഞാൻ ആ എക്സാമ്പിൾ വെച്ചിട്ട് ചെയ്യാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ബാക്കിയുള്ള നമുക്ക് മാറ്റിടാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ എന്താ കൊടുക്കുന്നത്? ആദ്യം ഇഫ് n1 ഗ്രേറ്റർ ദാൻ n2 ആണോ എന്നുള്ളത് നോക്കി. ആണല്ലോ, ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു. അപ്പോൾ അത് ട്രൂ ആവുകയാണെങ്കിൽ എന്താ നമ്മൾ ചെക്ക് ചെയ്യുക? n1 ഗ്രേറ്റർ ദാൻ n3 ആണോ എന്ന് ചെക്ക് ചെയ്യണം. വേണ്ടേ? ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണോ എന്ന് ചെക്ക് ചെയ്തു. ഇതിന് ട്രൂവും വരാം ഫാൾസും വരാം. ട്രൂ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കയറും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇതിൻ്റെ അകത്ത് അടുത്ത കണ്ടീഷൻ ചെക്ക് ചെയ്യും. n1 ഗ്രേറ്റർ ദാൻ n3 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാളും ഗ്രേറ്റർ ആണ്, ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണെങ്കിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് നമ്പർ ഏത് തന്നെയാണ്? ഫസ്റ്റ് നമ്പർ അല്ലേ. അപ്പോൾ നമുക്കിവിടെ എന്ത് കൊടുക്കാം? പെർസെൻറ്റേജ് ഡി ഈസ് ഗ്രേറ്റർ ഏത് നമുക്ക് കൊടുക്കാം? n1 കൊടുക്കാം. ക്ലിയർ ആയോ? ഇത് മനസ്സിലായോ? അപ്പോൾ ഇഫ് n1 ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണോ നോക്കി, അത് ട്രൂ ആവുകയാണെങ്കിൽ ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണോ നോക്കി, അതും ട്രൂ ആവുകയാണെങ്കിൽ എന്ത് പ്രിൻറ്റ് ചെയ്യുക? ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ ആണെന്ന് പ്രിൻറ്റ് ചെയ്യുക. ഇനി ഈ കണ്ടീഷൻ ട്രൂ ആയി, n1 n2നേക്കാൾ ഗ്രേറ്റർ, ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണെന്നുള്ളത് ട്രൂ ആയി. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരുമല്ലോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിയെന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പറിനേക്കാൾ കൂടുതലല്ല. അപ്പോൾ ഇതിൻ്റെ എൽസ് പാർട്ട് വരും. അപ്പോൾ എന്താ വരിക എന്ന് ആലോചിച്ച് നോക്കിയേ. ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ കൂടുതലാണ്, പക്ഷേ ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പറിനേക്കാൾ കൂടുതലല്ല. അപ്പം അതിൻ്റെ അർത്ഥം ആരാ കൂടുതൽ? ഏതാ ഗ്രേറ്റർ നമ്പർ? ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ അല്ല, സോറി, ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണ്, പക്ഷേ ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ അല്ല. അപ്പോൾ ഏറ്റവും വലുത് ആര് തന്നെ ആയിരിക്കും? n3 ആയിരിക്കും. ശരിയല്ലേ? കാരണം ഈ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ടാണ് അവർ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത്. എന്നിട്ട് n1 ഗ്രേറ്റർ ദാൻ n3 ആണോ എന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ n1 ആണ് ഗ്രേറ്റർ, അല്ലെങ്കിൽ ആരായിരിക്കും ഗ്രേറ്റർ വരിക? n3 ആണ് ഗ്രേറ്റർ ആയിട്ട് വരിക. റൈറ്റ് ഇറ്റ് ആസ് പെർസെൻറ്റേജ് ഡി ഈസ് ഗ്രേറ്റർ, പെർസെൻറ്റേജ് ഡി എന്ന് പറയുന്നത് ആരായിരിക്കും? n2 ആയിരിക്കും. ഓക്കെ, സോറി n2 അല്ല, ആരാ? n3. ക്ലിയർ ആയോ? ഓക്കെ, ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണോ നോക്കി, ട്രൂ ആവുകയാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു. ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണോ നോക്കി, ആണെങ്കിൽ ഫസ്റ്റ് നമ്പറാണ് വലുത്, അല്ലെങ്കിൽ ഏതാ വലുത്? n3 വലുത്. ഇപ്പോൾ നമ്മൾ ചെയ്തത് ഈ ഇഫിൻ്റെ കണ്ടീഷൻ മാത്രം കേട്ടോ, ഈ മെയിൻ ഇഫിൻ്റെ കണ്ടീഷൻ മാത്രം. ഓക്കെ, ഇത്രയും ഭാഗം. ഇനി n1 ഗ്രേറ്റർ ദാൻ n2 എന്ന് പറഞ്ഞ സ്റ്റെപ്പേ തെറ്റാലോ. n1 ഗ്രേറ്റർ ദാൻ n2 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റെപ്പേ തെറ്റാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇവിടെ എൽസ് കൊടുക്കുക. ഓക്കെ, അപ്പോൾ n1 ഗ്രേറ്റർ ദാൻ n2 ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു, അത് തെറ്റിക്കഴിഞ്ഞു. n1 ഗ്രേറ്റർ ദാൻ n2 അല്ല. അപ്പോൾ നമ്മൾ അടുത്ത് എന്ത് ചെക്ക് ചെയ്യേണ്ടി വരും? n2 ഗ്രേറ്റർ ദാൻ n3 ആണോ എന്നുള്ളത് നോക്കി. n2 ഗ്രേറ്റർ ദാൻ n3 ആണോ എന്നുള്ളത് നോക്കി.
n2 ഗ്രേറ്റർ ദാൻ n3 ആണോ? അതായത് n1 ഗ്രേറ്റർ ദാൻ n2 ഫാൾസ് ആണ്. അപ്പോൾ അവിടെ ആരായിരിക്കും ഹയസ്റ്റ് വാല്യൂ? n2 അല്ലേ വരിക. n2 ഗ്രേറ്റർ ദാൻ n3 ട്രൂ ആണെങ്കിൽ എന്താ വരിക? n2 അല്ലേ വലുതായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മളോട് എന്ത് കൊടുത്തു? പ്രിന്റ് % d is greater n2. ഓക്കെ, അപ്പോൾ ഈ ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുള്ള ഇഫിൻ്റെ അകത്തും ഒരു എൽസ് വരില്ലേ അല്ലേ? n1 ഗ്രേറ്റർ ദാൻ n2 ആണോ ചെക്ക് ചെയ്തു. അപ്പോൾ അത് തെറ്റി. അപ്പോൾ അത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെക്ക് ചെയ്തു? എൽസിൽ പോയിട്ട് n2 ഗ്രേറ്റർ ദാൻ n3 ആണോ ചെക്ക് ചെയ്തു. അപ്പോൾ അത് ട്രൂ ആണെങ്കിൽ സെക്കൻഡ് നമ്പറാണ് ഗ്രേറ്റർ. അതിന് ഫാൾസ് ആണെങ്കിൽ ഏത് നമ്പറാണ് ഗ്രേറ്റർ? തേർഡ് നമ്പറാണ് ഗ്രേറ്റർ. ഓക്കെ, അത് നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ചിലപ്പോൾ തെങ്കാശിപ്പട്ടണത്തിലെ പോലെ കണ്ണപ്പേട്ടൻ തസപ്പേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും നിങ്ങൾ ഇരിക്കുന്നുണ്ടാവും. വെറുതെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഞാൻ കൊടുക്കുന്ന നമ്പർ മേ ബി 10, ഓക്കെ, 25, 50. 10, 25, 50 ഇതാണ് ഞാൻ കൊടുക്കുന്നതെന്ന് വിചാരിക്കാം. നമ്മൾ ഏറ്റവും ആദ്യം എന്താ ചെക്ക് ചെയ്യുക? 10 ഗ്രേറ്റർ ദാൻ 25 ആണോ എന്ന് ചെക്ക് ചെയ്തു. ഓക്കെ, അതാണ് നമ്മളിവിടെ ഏറ്റവും ആദ്യം ചെയ്യുന്നത്. n1 ഗ്രേറ്റർ ദാൻ n2 ആണോ? 10 ഗ്രേറ്റർ ദാൻ 25 ആണോ? അല്ലല്ലോ. അപ്പോൾ ഈ കണ്ടീഷൻ തെറ്റിയാൽ ഇതിൻ്റെ എൽസ് പാർട്ടിലേക്കാണ് വരിക. ഓക്കെ, അപ്പോൾ 10 ഗ്രേറ്റർ ദാൻ 25 അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടു? 25 ഗ്രേറ്റർ ദാൻ, മൂന്നാമത്തെ നമ്പർ ഏതാണ്? 13 ആണെന്ന് തോന്നുന്നു അല്ലേ? 25 ഗ്രേറ്റർ ദാൻ 13 ആണോ എന്ന് മാത്രമേ നമ്മൾ നോക്കണ്ടു അല്ലേ? 25 ഗ്രേറ്റർ ദാൻ 13 ആണോ എന്ന് മാത്രമേ നമ്മൾ നോക്കണ്ടു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ 25 ഗ്രേറ്റർ ദാൻ 13 ആണെങ്കിൽ ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്താൽ മതി? 25 ഗ്രേറ്റർ ദാൻ പ്രിൻറ്റ് ചെയ്താൽ. ഓക്കെ, ഇനി ഇതേ സീക്വൻസ് ഒന്ന് മാറ്റി പിടിച്ച് നോക്കുക. 25, 10, 13 ആണ് കൊടുത്തിരിക്കുക. ഓക്കെ, 25, 10, 13. ഫസ്റ്റ് നമ്പർ 25, സെക്കൻഡ് നമ്പർ 10, തേർഡ് നമ്പർ 13. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? 25 ഗ്രേറ്റർ ദാൻ 10 ആണോ നോക്കി. ആണല്ലോ, ഉള്ളിലേക്ക് വന്നു. 25 ഗ്രേറ്റർ ദാൻ 13 ആണോ നോക്കി. ആണല്ലോ. അപ്പോൾ നമുക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യാം? 25 ഗ്രേറ്റർ ദാൻ. ഓക്കെ, ഇനി ഇതേപോലെ തന്നെ സീക്വൻസ് ഒന്നുകൂടി മാറ്റി നോക്കാം. 13, 10, 25 ആയി വിചാരിക്കാം. 13, 10, 25. അപ്പോൾ നമ്മൾ എന്താ ചെക്ക് ചെയ്യണേ? 13 ഗ്രേറ്റർ ദാൻ 10 ആണോ? ആണ്. 13 ഗ്രേറ്റർ ദാൻ 25 ആണോ? അല്ലല്ലോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ എൽസ് പാർട്ടിൽ വന്നിട്ട് എന്ത് പ്രിൻറ്റ് ചെയ്തു? 25 ഗ്രേറ്റർ. ഓക്കെ, ഇതാണ് അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്. നമുക്കതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. കമ്പൈൽ ആൻഡ് റൺ. ഞാൻ 25 കൊടുത്തു, 10 കൊടുത്തു, 13 കൊടുത്തു. അപ്പോൾ ഏതാ ഗ്രേറ്റർ വരേണ്ടത്? 25 ഗ്രേറ്റർ എന്നാണ് വരേണ്ടത്. ഓക്കെ, സോ അത് വന്നു. ഓക്കെ, സോ ഇവിടെ ഈ സീക്വൻസിൽ അത് വർക്ക് ചെയ്യണം. അപ്പോൾ ഇതെന്താണ്? ഒരു ഇഫിൻ്റെ അകത്ത് തന്നെ വീണ്ടും ഒരു ഇഫും ഒരു എൽസും, ഒരു എൽസിൻ്റെ അകത്ത് തന്നെ വീണ്ടും ഒരു ഇഫും എൽസും. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? നെസ്റ്റഡ് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇത് ഒരു തരത്തിൽ ഭയങ്കര പ്രോഗ്രാമിന് ഒരുപാട് വലുതാക്കുന്നൊരു കണ്ടീഷനാണ്. അതെ, ഇഫിൻ്റെ അകത്തൊരു ഇഫ് എൽസ്, പിന്നെ വീണ്ടും ഒരു എൽസിൻ്റെ അകത്ത് വീണ്ടും ഒരു ഇഫ് എൽസ്. സോ ഇവിടെ നമുക്ക് ഇത് ഒന്നും കൂടി ഒന്ന് ഷോർട്ടാക്കാൻ വേണ്ടി, ഇതേ പ്രോഗ്രാം തന്നെ ഒന്നുകൂടി ഷോർട്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു ഫോം ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് എൽസ് ഇഫ് ലാഡർ. അതായത് ഒന്നിൽ കൂടുതൽ കണ്ടീഷൻസ് ചെക്ക് ചെയ്യാനുണ്ടെങ്കിൽ നമ്മൾ ഏതാണ് പോവുക? എൽസ് ഇഫ് ലാഡർ ആണ് കൂടുതൽ. അതായത് ഇഫ് ഒരു കണ്ടീഷൻ, എൽസ് ഇഫ് അടുത്ത കണ്ടീഷൻ, എൽസ് ഇഫ് അടുത്ത കണ്ടീഷൻ, ഇങ്ങനെ ഓരോ കണ്ടീഷൻസായിട്ട് നമുക്ക് എന്ത് ചെയ്ത് പോവാം? ചെക്ക് ചെയ്ത് പോകും. ഓക്കെ, എന്നിട്ട് ഏറ്റവും അവസാനം എൽസ് കണ്ടീഷൻ ഉണ്ടെങ്കിൽ അതും കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചേ, കണ്ടോ? ഇഫ് എക്സ്പ്രഷൻ 1 അത് ട്രൂ ആണെങ്കിൽ ഏത് എക്സിക്യൂട്ട് ചെയ്ത് പോകും? സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ആവും. അത് തെറ്റാണെങ്കിൽ എൽസ് ഇഫ് അടുത്ത കണ്ടീഷൻ കൊടുക്കും. ഓക്കെ, എൽസും എൽസ് ഇഫും ഡിഫറെൻ്റ് ആണ്. അത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുള്ളൂ. ഇഫ് എന്ന് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് കണ്ടീഷൻ ഉണ്ട്, എൽസിന് ടെസ്റ്റ് കണ്ടീഷൻ ഇല്ല. ഓക്കെ, പക്ഷേ എൽസ് സ്പേസ് ഇഫ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്തുണ്ട്? ടെസ്റ്റ് കണ്ടീഷൻ ഉണ്ട്. ഓക്കെ, കാരണം നമ്മൾ ഓരോ മൾട്ടിപ്പിൾ കണ്ടീഷൻസ് വരുമ്പോഴാണ് ഏത് വർക്കൗട്ട് ചെയ്ത് പോവുക? എൽസ് ഇഫ് ലാഡർ വർക്കൗട്ട് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ഇഫ് ഒരു കണ്ടീഷൻ കൊടുത്തു,
ട്രൂ ആണെങ്കിൽ എന്തൊക്കെ ചെയ്യണോ അത് കൊടുക്കണം. എൽസ് ഇഫ് അടുത്ത എക്സ്പ്രഷൻ കൊടുത്തു. അപ്പോൾ അതെങ്ങനെ വർക്കായി പോവുക? ഫസ്റ്റ് എക്സ്പ്രഷൻ 1 ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ആവും, ബാക്കി എല്ലാം സ്കിപ്പ് ചെയ്ത് കളയും. എൽസ് അടക്കം സ്കിപ്പ് ചെയ്ത് അതിൻ്റെ പുറത്തേക്ക് വരും. ഇനി എക്സ്പ്രഷൻ 1 ഫാൾസ് ആവുകയാണെങ്കിൽ ഏത് ചെക്ക് ചെയ്യും? ഇതിലേക്ക് വരും. എൽസ് ഇഫ് എക്സ്പ്രഷൻ 2 ചെക്ക് ചെയ്യും. ഇത് ട്രൂ ആവുകയാണെങ്കിൽ ഏത് എക്സിക്യൂട്ട് ആവുക? സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ആവും. ഇത് തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സ്പ്രഷൻ 2 തെറ്റാണെങ്കിൽ എങ്ങോട്ട് പോകും? എൽസ് ഇഫ് എക്സ്പ്രഷൻ 3ലേക്ക് വരും. ഇതും തെറ്റി വിചാരിക്കാം, നമുക്ക് എവിടെ വരും? സ്റ്റേറ്റ്മെൻറ്റ് ബ്ലോക്ക് 3ലേക്ക് വരും. ഇനി ഈ കണ്ടീഷനും തെറ്റിച്ചാൽ എവിടേക്കാണ് പോവുക? ഇതിൻ്റെ താഴെയുള്ള ഈ എൽസ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവിടേക്ക് നമ്മൾ പോയി കിടക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ള ഇതേ സാധനം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? എൽസ് ഇഫ് ആയിട്ട് മാറ്റാം. ഓക്കെ, അതിൽ ഈ ഫസ്റ്റിലൊന്നും ഒരു ചേഞ്ചും വരുന്നില്ല. ഫസ്റ്റ് കേസിലൊന്നും ഒരു ചേഞ്ചും വരുന്നില്ല. ഇഫ് n1 > 2 ഇത് രണ്ടും സെയിം തന്നെ വരുന്നത്. ഇവിടെയാണ് ചേഞ്ച് വരുന്നത്. ഓക്കെ, ഇവിടെ ഈ എൽസിൻ്റെ അകത്ത് തന്നെ പിന്നെയും കണ്ടീഷൻസ് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചോദിച്ചാൽ നമ്മളിവിടെ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ സെക്കൻഡ് നമ്പർ ആണോ എന്ന് നോക്കി, അത് ട്രൂ ആണെങ്കിൽ അതിൻ്റെ അകത്ത് വീണ്ടും ചെക്ക് ചെയ്തു. ഫസ്റ്റ് നമ്പർ ഗ്രേറ്റർ ദാൻ തേർഡ് നമ്പർ ആണോ എന്ന് ചോദിക്കുക, അതിൻ്റെ ഇഫ്. ഇനി ഈ കണ്ടീഷൻ തെറ്റെന്ന് നോക്കുക, n1 > n2 തെറ്റാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് എന്ത് കൊടുക്കുക? എൽസ് ഇഫ് എന്ത് ചെക്ക് ചെയ്യുക? n2 > n3 ആണോ നോക്കി. ഓക്കെ, നമ്മൾ അവിടെ ചെയ്ത പോലെ എൽസിൻ്റെ അകത്ത് ഇഫ് കൊടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് ചെയ്തു? ഒറ്റയടിക്ക് എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ കൊടുക്കും. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെക്ക് ചെയ്യാം? ഇത് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താ? പ്രിന്റ് %d is greater, അതായത് n2 is greater അല്ലേ? അങ്ങനെ അതിൽ നമ്മൾ അതിൻ്റെ അകത്ത് കൊടുത്തേ എൽസിൻ്റെ അണ്ടറിൽ എന്താ കൊടുത്തത്? ഇഫ് n2 > n3 ആണെങ്കിൽ n2 is greater. അതേ സാധനം തന്നെ നമ്മളോട് ചെക്ക് ചെയ്യുന്നത്. എൽസ് ഇഫ് n2 > n3 ആണെങ്കിൽ n2 is greater. ഓക്കെ, ഒന്നുമില്ല, ആ 2 സ്റ്റെപ്പായിട്ട് ചെയ്തിട്ടുള്ളതിനെ പിടിച്ച് ഒറ്റ സ്റ്റെപ്പിലേക്കായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതും തെറ്റിയെന്ന് വിചാരിക്കാം. അപ്പോൾ ഏത് എക്സിക്യൂട്ട് ചെയ്യുക? അതിൻ്റെ എൽസ് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുക. പ്രിന്റ് ഗ്രേറ്റർ. ഓക്കെ, അപ്പോൾ എൽസ് ഇഫ് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്തിട്ടുള്ള പ്രോഗ്രാം വെച്ചിട്ട് ഒരു വ്യത്യാസം വന്നിട്ടില്ല. എന്താണ്? എൽസിൻ്റെ അകത്ത് ഒരു ഇഫ് കൊടുക്കുന്നതിന് പകരം ആ ഇഫ് ഈ എൽസിൻ്റെ കൂടെ തന്നെയാണ് കൊടുത്തിരിക്കുക. അതാണ് എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യാം. അപ്പോൾ 4 നമ്പർ ആണെങ്കിൽ നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കുക? വീണ്ടും എൽസ് ഇഫ് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കാം. ഓക്കെ, മറ്റേ കേസാണെങ്കിൽ നമുക്ക് ഇങ്ങനെ കുറേ ഇഫുകൾ ഇങ്ങനെ ഉള്ളിലായിട്ട് കൊടുക്കേണ്ടി വരും. ഈ എൽസ് ഇഫാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആ പ്രോബ്ലം ഇല്ല. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ഇങ്ങനെ ഇട്ടിട്ട് പോകും. മറ്റേ പ്രോഗ്രാമിൻ്റെ ലെങ്ത് നമുക്ക് കുറച്ചുകൂടി കുറയ്ക്കാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് എൽസ് ഇഫ്. അതിൻ്റെ വർക്കിംഗ് എല്ലാം സാധാരണ പോലെ തന്നെയാണ്. ഓക്കെ, വർക്കിങ്ങിലൊന്നും വ്യത്യാസം വരുന്നില്ല. മൾട്ടിപ്പിൾ കണ്ടീഷൻസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? എൽസ് ഇഫ് എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് വെച്ചിട്ട് ഓരോ കണ്ടീഷൻസായിട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ശരിക്കും എന്തെന്ന് വരുന്നത്? നിങ്ങളുടെ 4 ഫോംസ് എന്ന് പറയുന്നത്. ഒന്ന് സിമ്പിൾ ഇഫ്, ഒന്ന് ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ്, പിന്നെ അതുപോലെ തന്നെ നെസ്റ്റഡ് ഇഫ്, അതേപോലെ തന്നെ എൽസ് ഇഫ് ലാഡർ. ഇതിൽ 2 കാര്യം ഞാൻ പറഞ്ഞു തരാം. അതായത് ഈ മൾട്ടിപ്പിൾ ഇഫിൻ്റെ അകത്ത് തന്നെ വേറൊരു ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നില്ലേ? ഓക്കെ, ഇത് വേണമെങ്കിൽ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, അതിന് നമുക്ക് ആവശ്യമായിട്ട് വരിക, നമ്മൾ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പഠിക്കുന്ന സമയത്ത്, റിലേഷണൽ അല്ല ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് പഠിക്കുന്ന സമയത്ത് ഞാൻ ലോജിക്കൽ ആൻഡ്, ലോജിക്കൽ ഓർ, ലോജിക്കൽ നോട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ആ ക്ലാസ്സിൻ്റെ വീഡിയോ നിങ്ങൾ ഒന്നുകൂടി എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കൊടുക്കുക? അങ്ങനെ 2 ആംപർസെൻ്റ് ഇട്ടിട്ടാണ് കൊടുക്കുക. അതിൻ്റെ ആവശ്യം എന്താ വെച്ചാൽ നമുക്ക് ലെഫ്റ്റ് സൈഡിലെ കണ്ടീഷനും റൈറ്റ് സൈഡിലെ കണ്ടീഷനും ട്രൂ ആവുകയാണെങ്കിൽ അത് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, അത് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോഗ്രാമിനെ വീണ്ടും ഷോർട്ട് റൺ ചെയ്യാം. കാരണം എന്താ? n1 > n2ഉം n1 > n3ഉം ആണെങ്കിൽ n1 എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഗ്രേറ്റസ്റ്റ് നമ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് ഈ 2 കണ്ടീഷനെയും എവിടെ തന്നെ ഇട്ട് കൊടുക്കാം? ഇവിടെ തന്നെ ഇട്ട് കൊടുക്കാം. n1 > n3 ആണോ? എന്നിട്ടത് മൊത്തത്തിൽ ഒരു ബ്രാക്കറ്റിൻ്റെ അണ്ടറിലിടാം.
അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതൊക്കെ വിട്ടിട്ട് പോകും. ഓക്കെ, ഇത്രയും സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് ഒഴിവാക്കാം. നമ്മളെന്താ കൊടുത്തിരിക്കുന്നത്? ഈഫ് n1 ഗ്രേറ്റർ ദാൻ n2 ലോജിക്കൽ ആൻഡ് n1 ഗ്രേറ്റർ ദാൻ n3 ആണോ എന്ന് ചെക്ക് ചെയ്തത്. അപ്പോൾ എന്താണ്, ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്തു. അതേപോലെ തന്നെ ഫസ്റ്റ് നമ്പർ തേർഡ് നമ്പറിനേക്കാൾ ഗ്രേറ്റർ ആണ്. ഇതിൻ്റെ റിസൾട്ട് ഈ രണ്ടെണ്ണം ട്രൂ ആണെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്തേക്ക് കയറുള്ളൂ. നമ്മൾ ലോജിക്കൽ ആൻഡ് പറയുമ്പോൾ പറഞ്ഞായിരുന്നു, ലെഫ്റ്റ് സൈഡിലെ കണ്ടീഷനും റൈറ്റ് സൈഡിലെ കണ്ടീഷനും ട്രൂ ആണെങ്കിൽ മാത്രമേ അങ്ങോട്ട് കയറുള്ളൂ, ഇതിൻ്റെ അകത്ത് കയറുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പ്രിൻറ്റ് ചെയ്യാൻ കൊടുക്കാൻ വിടാം? ഈ രണ്ട് കണ്ടീഷനും ട്രൂ ആവുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഏത് നമ്പറാണ് ഗ്രേറ്റർ? ഫസ്റ്റ് നമ്പർ അല്ലേ ഗ്രേറ്റർ? ഓക്കെ, സോ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വെച്ചാൽ ഈ പ്രോഗ്രാമിനെ വളരെ ചെറുതായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ഷോർട്ട്. ഓക്കെ, n1 ഗ്രേറ്റർ ദാൻ n2 ആൻഡ് n1 ഗ്രേറ്റർ ദാൻ n3 ആണെങ്കിൽ ഫസ്റ്റ് നമ്പർ. എൽസ് ഇഫ് n2 ഏതെങ്കിലും ഒരു കണ്ടീഷൻ തെറ്റിക്കഴിഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് തെറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് വരും. ചിലപ്പോൾ n1 n2നേക്കാൾ ഗ്രേറ്റർ ആയിരിക്കാം, പക്ഷേ എന്താണ്, n1 n3നേക്കാൾ ഗ്രേറ്റർ അല്ലെങ്കിൽ ഈ ഇത് എക്സിക്യൂട്ട് ചെയ്യില്ല, ഇവിടെ വരും. n1 n2നേക്കാൾ വലുതാണ്, പക്ഷേ n1 n3നേക്കാൾ വലുതല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇത് തെറ്റിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും. n2 n3നേക്കാൾ വലുതാണോ നോക്കി, അതും തെറ്റിക്കഴിഞ്ഞാൽ n3 ആണ് വലുത്. ഓക്കെ, സോ ഇത് എന്ത് ചെയ്യാൻ പോകും? നമുക്ക് ഇങ്ങനെ ഈ പെർട്ടിക്കുലർ പ്രോഗ്രാമിനെ കട്ട് ഷോർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് നിങ്ങൾക്ക് ലോജിക്കൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുമ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റെപ്പുകൾ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ എൽസ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുമ്പോൾ നെസ്റ്റഡ് ഇഫ് കണ്ടീഷൻ്റെ അകത്തുള്ള ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും. സോ ഇതാണ് മെയിൻലി പറയേണ്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇതാണ് നിങ്ങൾ ഡിസിഷൻ മേക്കിങ്ങിൽ വരുന്നത്. ഡിസിഷൻ മേക്കിങ്ങിൽ ഈ ഇഫിൻ്റെ അണ്ടറിൽ ഒരു കേസും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ഈ ഇഫ് എൽസിൻ്റെ ഉള്ളിലൊക്കെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ വരുന്നുള്ളൂ. നോക്ക്, അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം പോലെ ഇതിൻ്റെ അകത്തൊക്കെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ്, വെറും പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഇത് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. നിങ്ങളത് വർക്കൗട്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണമെന്നില്ല. അതായത് ഇത്രയേ ഉള്ളൂ കാര്യം, ഇതിൻ്റെ അകത്തൊക്കെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ എങ്കിൽ ശരിക്കും ഈ കേളി ബ്രാക്കറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അതായത് ഈ ഓപ്പണിങ്ങും ക്ലോസിങ്ങും കൊടുക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനെ തന്നെ കൊടുക്കാം. ഡയറക്റ്റ്ലി ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിന് മനസ്സിലാവും. ഓക്കെ, ഒറ്റ കണ്ടീഷനേ ഉള്ളെങ്കിൽ, അതായത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റാണ് ഇതിൻ്റെ അണ്ടറിലൊക്കെ വരുന്നുള്ളൂ വെച്ചാൽ നമ്മൾ എന്ത് കൊടുത്താൽ മതി? കേളി ബ്രാക്കറ്റ് കൊടുക്കാതെ ചെയ്താലും ഇഷ്യൂ ഇല്ല. പക്ഷേ നമ്മളുടെ ഏറ്റവും നല്ല പ്രോഗ്രാമിംഗ് പ്രാക്ടീസ് എന്ന് പറയുന്നത് കേളി ബ്രാക്കറ്റുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഒരിക്കലും അത് എൻകറേജ് ചെയ്യില്ല. ഓക്കെ, ഈ മെത്തേഡ് ഞാൻ എൻകറേജ് ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ ചെയ്താലും പ്രോബ്ലം ഇല്ല എന്നേ ഉള്ളൂ. ഓക്കെ, അതങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ അതേപോലെ തന്നെ വരും, പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ, അതെന്താ വെച്ചാൽ ഇഫിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ ചിലപ്പോൾ അത് കാണിക്കാം. അപ്പോൾ നിങ്ങളത് എന്താ അങ്ങനെയെന്ന് ചോദിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എൽസിൻ്റെ അണ്ടറിലേക്ക് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ വെച്ചാൽ, ഇപ്പോൾ ഇതിലൊക്കെ ഓരോ പ്രിൻറ്റിങ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ കേളി ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. സിസ്റ്റത്തിന് മനസ്സിലാവും ഇത് കഴിഞ്ഞിട്ട് വരുന്ന തൊട്ടടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ഇത് ട്രൂ ആകുമ്പോൾ എന്താണോ സംഭവിക്കുന്നത് അതാണ് ചെയ്യേണ്ടത്. പക്ഷേ മൾട്ടിപ്പിൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ എന്തായാലും എന്ത് ഉപയോഗിക്കണം? കേളി ബ്രാക്കറ്റുകൾ ഉപയോഗിക്കണം. ഇത് വിചാരിച്ചിട്ട് മറ്റേ ലോജിക്കിൽ മാറ്റം വരുത്തരുത് കേട്ടോ. അപ്പോൾ ഏറ്റവും ബെറ്റർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളുടെ അടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ ഓപ്റ്റ് ചെയ്യുക കേളി ബ്രാക്കറ്റ് ഉപയോഗിക്കാൻ തന്നെയാണ് കേട്ടോ. ബിക്കോസ് മറ്റേ നിങ്ങൾ വിട്ടുപോകും. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് തെറ്റിയാൽ മതി, പിന്നെ അതിൻ്റെ എറേഴ്സ് തിരുത്താൻ നമ്മൾ നടക്കണം. അപ്പോൾ ഏറ്റവും ബെറ്റർ ഞാൻ പറയുകയാണെങ്കിൽ ഫോക്കസ് ഓൺ കേളി ബ്രാക്കറ്റ്സ്. ഓക്കെ, ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണെങ്കിൽ പോലും സാറില്ല, കേളി ബ്രാക്കറ്റ്സ് മാക്സിമം ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാറ്. ഓക്കെ, സോ ദീസ് ആർ യുവർ പോയിന്റ്സ് ടു റിമെമ്പർ. ഇൻ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ബി ഇൻക്ലൂഡ് വിത്തൗട്ട് എനി. അതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനത് ഇപ്പോഴേ പറയാനുള്ള കാരണം. അല്ലെങ്കിൽ നിങ്ങളത് വായിച്ചിട്ട് എന്താണെന്ന് പറയും ചോദിക്കും. അതായത് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ എങ്കിൽ ഇഫിൻ്റെ അണ്ടറിലോ അല്ലെങ്കിൽ എൽസിഫിൻ്റെ അണ്ടറിലോ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളെങ്കിൽ കേളി ബ്രാക്കറ്റുകൾ ഉപയോഗിക്കേണ്ട. പിന്നെ നോ കേളി, സെക്കൻഡ് പോയിൻ്റാണ് വെരി ഇമ്പോർട്ടൻറ്റ്. നോ കേളി ബ്രേസ് ആർ റിക്വയർഡ് ഇൻ ദ എബവ് കേസ്, ബട്ട് ഇഫ് വി ഹാവ് മോർ ദാൻ വൺ സ്റ്റേറ്റ്മെൻറ്റ് ഇൻസൈഡ് ഇഫ് കണ്ടീഷൻ ദെൻ വി മസ്റ്റ് എൻക്ലോസ് ദം ഇൻസൈഡ് കേളി ബ്രാക്കറ്റ്. ഇത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. അതിൽ കൂടുതലാണെങ്കിൽ എന്ത് കാരണം കൊണ്ടാണെങ്കിലും എന്ത് ചെയ്യേണ്ടി വരും?
കേളി ബ്രാക്കറ്റുകൾ ഉപയോഗിക്കണം. മസ്റ്റ് ബി യൂസ് ഫോർ കമ്പാരിസൺ ഇൻ ദ എക്സ്പ്രഷൻ ഓഫ് ഇഫ് കണ്ടീഷൻ. ഇഫ് യു യൂസ് ഈക്വൽ ടു ദ എക്സ്പ്രഷൻ ഓൾവേസ് റിട്ടേൺ ട്രൂ. അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ആ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ പറയുമ്പോൾ പറഞ്ഞില്ലേ, ഒരു ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അസൈൻ ചെയ്യാണ്. 2 ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കമ്പയർ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈഫ് സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക റിലേഷണൽ ഓപ്പറേറ്റേഴ്സാണ്. ഓക്കെ, മറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് 2 നമ്പേഴ്സ് കമ്പയർ ചെയ്യുക വേണ്ടതെന്നായിരിക്കും. എയും ബി എന്ന് പറഞ്ഞ 2 വേരിയബിളിൻ്റെ അകത്തുള്ള വാല്യൂസ് നിങ്ങൾക്ക് കമ്പയർ ചെയ്യുക വേണ്ടത് വെച്ചാൽ, ഇഫ് എ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പോഴും ട്രൂ മാത്രമേ തരുള്ളൂ. കാരണം എന്താ? അത് അസൈൻമെൻറ്റ്. എ ഈക്വൽസ് ബി ആണ് നിങ്ങൾ കൊടുക്കണമെങ്കിൽ മാത്രമേ എന്ത് റിട്ടേൺ ചെയ്ത് തരുള്ളൂ നിങ്ങൾക്ക്? അത് കൃത്യമായിട്ട് കമ്പാരിസൺ നടക്കുള്ളൂ അവിടെ. അപ്പോൾ അത് എപ്പോഴും ശ്രദ്ധിക്കുക. ഇഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് നമ്മളെപ്പോഴും റിലേറ്റീവായിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. അവിടെ ഒരിക്കലും വെറും സിംഗിൾ ഈക്വൽ ടു കൊടുക്കരുത്. സിംഗിൾ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും റിസൾട്ട് എന്ത് മാത്രമേ തരുള്ളൂ? ട്രൂവേ തരുള്ളൂ. അവിടെ കമ്പാരിസൺ നടക്കില്ല. 2 ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ സി പ്രോഗ്രാമിങ്ങിൽ എന്ത് വരുള്ളൂ? കമ്പാരിസൺ ഉള്ളൂ. ഓക്കെ, അതർ ദാൻ 0 ഓൾ ഓഫ് ദ വാല്യൂസ് ആർ കൺസിഡർ ആസ് ട്രൂ. ഓക്കെ, 0 ഒഴിച്ച് ബാക്കിയുള്ള ഏത് വാല്യൂസ് ആണെങ്കിലും നമുക്ക് എന്ത് തന്നെ തരിക? ട്രൂ തന്നെ തരിക. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കേസാണ്. ഒന്ന്, സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കേളി ബ്രാക്കറ്റ് ആവശ്യമില്ല എന്നാണ് റൂളെങ്കിൽ പോലും എൻ്റെ പേഴ്സണൽ സജഷൻ ഗോ വിത്ത് യുവർ കേളി ബ്രാക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും തെറ്റില്ല. ഓക്കെ, അതേപോലെ തന്നെ ഒരിക്കലും കമ്പാരിസൺ ആണ് നമ്മൾ ചെയ്യുന്നത്. ഇഫിൻ്റെ അകത്ത് എപ്പോഴും കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ കമ്പാരിസണാണ് ചെയ്യണേ. അവിടെ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്? ഈക്വൽ ടു സിമ്പിൾ കൊടുക്കരുത്. നിങ്ങൾ ഉദ്ദേശിക്കുന്നത് കമ്പാരിസൺ ആണെങ്കിൽ 2 ഈക്വൽ ടു കൊടുത്തിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പാരിസൺ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ വിത്ത് ദിസ് വി വൈൻഡ് അപ്പ് അവർ day 3. The next control statements will go with in your tomorrow's session. സോ ഇതൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഇഫൊക്കെ വെച്ചിട്ട് ഒരുപാട് കേസുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരുപാട് ടൈപ്പ് ഓഫ് പ്രോഗ്രാംസ് ഉണ്ട്. നമ്മളിതൊരു 5-day കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പ്രോഗ്രാംസ് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഞാൻ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഫോമാറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു സി പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ പ്രോഗ്രാമിങ്ങിൻ്റെ മെയിൻ കാര്യം അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് അഡീഷണൽ കോഴ്സായിട്ട് നമ്മൾ ഇനി ഫെർദർ ഓൺ നമ്മൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രോഗ്രാംസ് ഫോക്കസ് ചെയ്യാം. ഇപ്പോൾ ഈ 5 days നമ്മൾ മെയിൻലി ഇതിൻ്റെ കുറേ കാര്യങ്ങൾ, ഇപ്പോൾ ബാക്കിയുള്ള കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്സും കൂടി നമുക്ക് കവർ ചെയ്തിട്ട് വേണം 5 days എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ദിസ്. ഒന്ന് വീട്ടിലിരുന്ന് വർക്കൗട്ട് ചെയ്യാം. Okay, and stay at home, stay safe. Okay, thank you.